സ്കാമേഴ്സ് കടത്തിക്കൊണ്ടുപോയത് 662 കോടി രൂപയാണ്. ചതിക്കുഴികളെ കുറിച്ച് അതിന് പെടാതിരിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഇവിടെ സെൻസിന്റെ നേതൃത്വത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. കണ്ണു വേണം ഇരുപുറമെപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും, ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. നമ്മളെ കുട്ടികൾ എപ്പോഴും എന്നും മൊബൈൽ കുത്തി കളിക്കുന്നതാണ്. അവർക്കൊക്കെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇതിൽ എൻ്റെ മക്കൾ വരാത്തത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വായന എന്ന് പറഞ്ഞ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി എടുത്താൽ നമ്മുടെ ജീവിതം സക്സസ് ആയി. അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ നമ്മുടെ ആ വായന, ഞാൻ വർഷം പറഞ്ഞ പോലെ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. നമ്മുടെ വായനയുടെ പ്രത്യേകത സ്റ്റിമുലേറ്റ് അവർ ബ്രെയിൻ, വായനയിൽ നിന്ന് നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു വായനാശൈലി നാം ആർക്കും കാണുന്നില്ല. നമ്മുടെ വായനശാലയിൽ പോയിരുന്നിട്ട് വായിക്കുന്നതോ പത്രങ്ങൾ വായിച്ചാൽ ടു ഇംപ്രൂവ് അവർ വൊക്കാബുലറി, നമ്മുടെ അക്ഷരമാനം, നമുക്കെന്താ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, എസ്പെഷ്യലി നമ്മുടെ ഇംഗ്ലീഷ് പേപ്പേഴ്സ് വായിച്ചാൽ നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കും. അനുഭവസ്ഥരതിനിടയിൽ ഉണ്ടാവാം. കാരണം നിങ്ങളെക്കാൾ മുതിർന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും അത്തരം അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവാം. അപ്പൊ അത്തരം ചതിക്കുഴികളെ കുറിച്ച് അതിന് പെടാതിരിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഇവിടെ സെൻസിന്റെ നേതൃത്വത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അതിന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്തതിന്, മറ്റു വിദ്യാലയങ്ങൾ ഇവിടെ ഉണ്ട്, അതിന് NSSലെ CBയിലെ കുട്ടികളെ സെലക്ട് ചെയ്തതിന് പ്രത്യേകിച്ചൊരു നന്ദി എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ ഞാൻ പറയാണ് സെൻസിന്റെ കോർഡിനേറ്ററായ ഷെജു റഹ്മാൻ സാറോടാണ്. അതിവിടെ ഞാൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ പേരിൽ അതിവിടെ അറിയിക്കുകയാണ്. അപ്പൊ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. അത് ഞാൻ ഇവിടെ നിർവഹിക്കുകയാണ്. 31 അവസാനിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഈ പറയുന്ന തരത്തിൽ സ്കാമേഴ്സ് കടത്തിക്കൊണ്ടുപോയത് 662 കോടി രൂപയാണ്. 662 കോടി രൂപ എങ്ങനെയല്ല കൊണ്ടുപോയത്? വെർച്വൽ അറസ്റ്റ്, OLX, ഈ പറഞ്ഞതുപോലെ OLX, പിന്നെ മറ്റു ചില മീഷോ, മിന്ത്ര, ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. മീഷോ എന്നാണ് പറഞ്ഞൊരു കോള്, എന്റെ സുഹൃത്തിന് ഒരു കോള്, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇത് നമ്മൾ കൃത്യമായിട്ട് ഇവർ പഠിക്കുകയാണ്, നമ്മളെ സോഷ്യൽ മീഡിയ പ്രബലങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുകയാണ്. എന്നിട്ട് പറയാം, നിങ്ങൾ മീഷോ കഴിഞ്ഞ ദിവസം 2000 പർച്ചേസ് നടത്തിയില്ലേ, ആ പർച്ചേസ് നടത്തി നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട്, 12.5 ലക്ഷം റുപ്യയുടെ കാർ നിങ്ങൾക്ക് സമ്മാനമായിട്ട് വന്നു. ഏത് ലക്കി ഡ്രോ നറുക്കെടുപ്പ് 12.5 ലക്ഷം റുപ്യയുടെ ലോട്ടറി അടിച്ചിട്ടുണ്ട്. പാവം 2000 റുപ്യന്റെ പർച്ചേസ് നടത്തിയ ആൾ 12 ലക്ഷം റുപ്യയുടെ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ? സ്വാഭാവികമാണല്ലോ. അപ്പൊ ഈ കുറച്ച് കഴിഞ്ഞ് കോൾ വന്നപ്പോ ഞാൻ ആ ഫോൺ എടുത്ത് ചോദിച്ചു, അല്ലെ ഇത് കിട്ടാണ് നമുക്ക് വേണ്ടത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു 12 ലക്ഷത്തിന്റെ 1% പ്രോസസിംഗ് ഫീസ് ആയിട്ട് അയച്ചു തരണം. എത്ര പൈസ? 12,000. ഞാനപ്പോൾ ചോദിച്ചു, എവിടെ അയക്കേണ്ടത് കൽപ്പറ്റയിലെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. അല്ല, ഇത് അയക്കാതെ നാളെ വന്ന വണ്ടി വിളിച്ചു ചോദിച്ചു. അപ്പൊ പറയാണ് അയച്ചാലേ വണ്ടി വിളിക്കും. ഞാൻ പറഞ്ഞ നേരിട്ട് വന്ന് വന്നാൽ പ്രശ്നമുണ്ടോ? അത് പറ്റില്ല, അക്കൗണ്ടിലൂടെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നൈയോട് പറഞ്ഞു, സുഹൃത്തെ ഉള്ള പൈസ കളയണ്ട, 12,500 രൂപയ്ക്ക് ഈ തരത്തിൽ നമ്മൾ പർച്ചേസ് നടത്തുന്ന ആളായതുകൊണ്ടുകൂടിയാണ് ഇത് പറയുന്നത്. മീഷോ, മിന്ത്ര, സ്നാപ്ഡീൽ, ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ടുള്ള കുറേ സൈറ്റുകൾ നമ്മളിപ്പോൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൈറ്റുകൾ തന്നെ ചിലപ്പോൾ നമ്മൾ ആമസോൺ AMAZON ഇതാണ് നമ്മൾ കാണുന്നത്. AMAZON സെന്റ് തിരിച്ചിട്ട പോലെ എഴുതിയാൽ നമ്മൾ ആമസോൺ തന്നെ വായിക്കും. അവിടെ നമ്മൾ ഓരോ ഫ്ലിപ്കാർട്ട് FLIPKART നീല മഞ്ഞ അക്ഷരം, നീലാക്ഷരം, മഞ്ഞക്കളർ, ഇതെല്ലാം നമ്മൾ കണ്ടാൽ
ഫ്ലിപ്കാർട്ട് വായിക്കും. അത് തിരിച്ചിട്ട് FILPKART ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ വായിക്കുക അല്ലേ? നമ്മൾ ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ് വായിക്കുക. ആ ഓർഡർ കൊടുക്കും, തിരിച്ചു വരുമ്പോൾ കരികലിന്റെ പ്രശ്നം വരില്ല. ഈ ബോധം നമുക്കുണ്ടാവണം. ഇങ്ങനെ പറ്റിക്കപ്പെട്ടാൽ, പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു, ഇങ്ങനെ പറ്റിക്കപ്പെട്ടാൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ പരാതിപ്പെടാൻ സംവിധാനമുണ്ട്. നമ്മളെ കുറിച്ചുള്ള ഏതെങ്കിലും മോശം കമന്റുകൾ വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയ പ്രതലങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന ബോധ്യം നമുക്കുണ്ടായാൽ നിങ്ങൾക്ക് പരാതിപ്പെടാം. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോലും പോകണ്ട പരാതിപ്പെടാൻ. നാഷണൽ സൈബർ ക്രൈം പോർട്ടലിന്റെ www.cybercrime.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അതോടൊപ്പം 1930 എന്ന് പറയുന്ന, നേരത്തെ പ്രസാദ് സാർ പറഞ്ഞിട്ടുള്ള 1930 എന്ന് പറയുന്ന 1930 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അവിടെയും നിങ്ങൾക്ക് പരാതി നൽകാം. എല്ലാ തട്ടിപ്പുകളും ഞാൻ പറഞ്ഞു പോവുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. SBI എന്നാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളെ വിളിക്കും, HDFC എന്നാണെന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കും, ബജാജ് അലയൻസ് എന്നാണെന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കും. ഇങ്ങനെ വിളിക്കുമ്പോഴെല്ലാം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ തേടിക്കൊണ്ട് നിങ്ങളെ കോൾ ചെയ്യില്ല. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. SBI വിളിക്കില്ല, HDFC വിളിക്കില്ല, ബജാജ് അലയൻസ് വിളിക്കില്ല. ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മൾ OTPയും പാസ്വേഡും നമ്മൾ ടൂത്ത് ബ്രഷ് പോലെയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ടൂത്ത് ബ്രഷ് മാറ്റിക്കൊണ്ടിരിക്കും അല്ലെ? ആ OTPയും പാസ്വേഡും നമ്മൾ നിരന്തരമായി മാറ്റിക്കൊണ്ട് നമ്മളെ ആർക്കും ചൂഷണം ചെയ്യാൻ കഴിയില്ല എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ബോധ്യം ഉണ്ടാവണമെങ്കിൽ സൈബർ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ഫയർവാൾ സ്വന്തം തലച്ചോറാണ് എന്ന ബോധ്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ടാവണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ രക്ഷിതാക്കളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികളുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ കഴിയുന്ന, നമ്മുടെ രക്ഷിതാക്കളുടെ കണ്ണിലെ വെളിച്ചം കുട്ടിക്ക് സമ്മാനിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച രക്ഷിതാക്കളായി കൂടി നിങ്ങൾക്ക് മാറാൻ കഴിയണം എന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അവിടെയാണ് അമ്മയെന്നുള്ള രണ്ടക്ഷരം നാവിൽ നന്മയാണെന്ന് ചൊല്ലിപ്പഠിക്കണമെന്ന് കുട്ടിയോട് നമുക്ക് പറയാൻ കഴിയേണ്ടത്. അച്ഛൻ കാട്ടുന്ന കപടമായ ഗൗരവം, അച്ഛൻ കാട്ടുമീ കപടമാം ഗൗരവം സ്നേഹമാണെന്നു നാം നേരിൽ പഠിക്കണം. അങ്ങനെ അച്ഛൻ കാട്ടുന്ന ഗൗരവം കപടമാണെന്നും അത് സ്നേഹമാണെന്നും തിരിച്ചറിയാൻ കഴിയുന്ന നല്ല രക്ഷിതാക്കളായി കൂടി നമുക്ക് മാറാൻ കഴിയണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചിത്രങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള കാഴ്ചകൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പുതിയ കാലത്തെ സൈബർ വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന പുതിയ കരുത്തുള്ളവരായി ഈ നാടിനെ മാറ്റിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയണം എന്നതാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാറ്. ഈ തട്ടിപ്പുകൾക്കെതിരായി SBI ആണ്, OLX ആണ്, അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന തട്ടിപ്പുകൾക്കെതിരായി എന്റെ പണം എന്റെ അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നവരായി നിങ്ങൾക്ക് മാറാൻ കഴിയണം. അതിന് കടമരന്റെ കോഴി എന്ന് പറയുന്ന കവിത പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പോലെ കണ്ണു വേണം ഇരുപുറമെപ്പോഴും, കണ്ണു വേണം ഇരുപുറമെപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. അങ്ങനെ കണ്ണു തുറന്ന് വെച്ച് കാവൽ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതോടൊപ്പം നിങ്ങളോട് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ കുട്ടികളെ മൊബൈൽ ഫോണിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ ഏറ്റവും നല്ല പുസ്തക വായനയിലേക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാലസഖി പോലെ, പ്രേംപാറ്റ പോലെ, മതിലുകൾ പോലെ, എന്തുപ്പാപ്പ ക്രാനുണ്ടാർന്ന പോലെ ഏറ്റവും വിശാലമായ കഥകളിലേക്ക്, കവിതകളിലേക്ക് അവരെ കൊണ്ടുവരാൻ കൂടി നിങ്ങൾക്ക് കഴിയണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നല്ല സിനിമകളിലേക്ക്, സിനിമകൾ എന്ന് പറയുന്നത് നല്ല സിനിമകളിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയണം. അതിന് പകരം വാഴ കാണിച്ച് ഒരുത്തൻ എഞ്ചിനീയറിംഗ് കോളേജ് ചേരാൻ പോയപ്പോ ആ എഞ്ചിനീയറിംഗ് കോളേജ് ചേരാൻ പോയ അതേ കോളേജിൽ എല്ലാ നൃത്തഘട്ടവും പോയി ചേർന്ന് വഴിതെറ്റി പോകുന്ന കാലത്തേക്ക് നമ്മുടെ കുട്ടികളെ നയിക്കരുത് എന്ന് കൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നല്ല സിനിമകൾ കാണുന്ന, തുണ്ട് എന്ന് പറയുന്ന സിനിമ കാണിച്ച് കോപ്പിയടിക്കാൻ പോയ കുട്ടിയുടെ അനുഭവം നമ്മുടെ നാട്ടിലുണ്ട്. തുണ്ട് കണ്ടിട്ട് ബിജു മേനോൻ കോപ്പിയടിക്കുന്നത് കണ്ടിട്ട് ആ കോപ്പിയടിക്കാൻ പോയ കുട്ടികളും നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് നല്ല സിനിമകൾ, നല്ല ചിത്രങ്ങൾ, നല്ല വായനയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമേ സൈബർ ഇടത്തിൽ നിന്ന് ഏറ്റവും സുരക്ഷിതരായ നമുക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ടാവണം. അതിന് നമ്മൾ ആലോചിക്കേണ്ടത് നല്ല സൗകര്യങ്ങൾ കെട്ടിപ്പിടിക്കാൻ, പുതിയ നല്ല വീടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ചിന്ത. മറ്റോൻ എങ്ങനെയാ ജീവിക്കുന്നത്, അതിനേക്കാൾ നന്നായി എനിക്ക് ജീവിക്കണം എന്നാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നുണ്ടാവുക. മറ്റോന് നല്ല കാറുണ്ട് എങ്കിൽ എന്റെ കാർ അതിനേക്കാൾ മികച്ചതാവണം എന്ന് ചിന്തിക്കുന്നതിന് പകരം സ്വന്തം കുട്ടികളുടെ ചിത്രങ്ങൾ എല്ലാ വിഷയത്തിലും A+ കിട്ടിയാൽ ഫേസ്ബുക്കിൽ ഇടുന്നതിന് പകരം എല്ലാ ദിവസവും അവനെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ കഴിയുന്ന രക്ഷിതാക്കളായി നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നേർവഴിയിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. പുതിയ സമൂഹത്തെ
സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന ധാരണ നമുക്കുണ്ടാവണം. ഞാൻ സൂചിപ്പിച്ചത് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ SSLC പരീക്ഷയും കഴിയുമ്പോൾ, +2 പരീക്ഷ കഴിയുമ്പോൾ എന്റെ മകൾക്ക് എല്ലാ വിഷയത്തിലും A+ ഉണ്ട്, അത് ഞാൻ അഭിമാനിക്കുന്നു ഫേസ്ബുക്ക് മുകളിൽ പോസ്റ്റ് ഇടുക എന്നതിന് പകരം ഒരു വിഷയത്തിൽ A+ ഇല്ലാത്തവരും ജീവിക്കേണ്ടവരാണ് ഈ നാട് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. എല്ലാ വിഷയത്തിലും A+ എന്നതിൽ മാത്രമേ അഭിനന്ദിക്കേണ്ടതുള്ളൂ എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. MN വിജയൻ മാസ്റ്റർ പറഞ്ഞതുപോലെ തോറ്റുപോയവരെടുത്തുള്ളതാണ് ഈ ലോകം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയണം. ഒരു വിഷയത്തിൽ A+ ഇല്ലായെങ്കിൽ നമ്മൾ ആലോചിക്കുക, തൊട്ടപ്പുറത്ത് മുബീനെ നമ്മൾ എങ്ങനെയാണ് നോക്കുക, തൊട്ടപ്പുറത്തെ രജനിക്ക് മൊത്തം എങ്ങനെയാണ് നമ്മൾ നോക്കുക എന്ന് ആലോചിക്കുന്നതിന് പകരം അന്ന് രജനി 10ാം ക്ലാസ്സിൽ 110 മാർക്ക് കിട്ടാണ്ട് പാസ്സാപ്പോൾ തോറ്റുപോയാളാണ് എന്ന ബോധ്യം നമുക്ക് നഷ്ടപ്പെടുന്നിടത്താണ് കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് എന്ന ബോധ്യം കൂടി നിങ്ങൾക്കുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഒരു വിഷയത്തിൽ A+ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തോറ്റുപോകേണ്ടവരല്ല നമ്മുടെ കുട്ടികളെന്ന് അവരെ പഠിപ്പിക്കാൻ നിങ്ങൾ കഴിയണം. കുഴിയിൽ വീണുപോയ കുതിരയുടെ തലയിൽ മണ്ണ് വീണപ്പോ ആ കുതിര കുതിച്ച് കുഴിയിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത് പോലെ തോറ്റുപോയിടത്തു നിന്ന് കുതിച്ചു മുന്നേറാൻ കഴിയുന്ന കരുത്തുള്ളവരായി നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ കൂടി നിങ്ങൾക്ക് ഈ ക്ലാസ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോക പാരാലിമ്പിക്സിൽ പട്ടഗുസ്തി ചാമ്പ്യനായി മാറിയ ജോബിയുടെ ജീവിതാനുഭവം പോലെ 2 കാലം തളർന്നു പോയ ജോബിയുടെ ജീവിതാനുഭവം ചോദിച്ചപ്പോ ജോബി പറഞ്ഞിട്ടുണ്ട്, ഞാൻ തളർന്ന് 2 ചക്രക്കാർ പിടിപ്പിച്ച മരപ്പലകയിൽ കുന്നുവാങ്ങി സ്കൂളിലേക്ക് പോയി, ആ പലകയിൽ തന്നെ തിരിച്ച് കൈമുട്ടുകൾ ഊന്നി കുന്നുകയറി വീട്ടിലേക്ക് പോയി. എന്റെ ഉരണ്ട് കുട്ടിയ കൈമുട്ടുകൾ കണ്ട് ആ കൈമുട്ടുകൾ കണ്ട് പൊട്ടിക്കഴിയുന്ന, ഞാൻ ഉറങ്ങിയെന്ന വിശ്വാസത്തിൽ പൊട്ടിക്കഴിയുന്ന എന്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒട്ടിക്കൊണ്ടു വീണ കണ്ണുനീരാണ് ഈ പാരാലിമ്പിക്സിൽ ലോക ചാമ്പ്യനായി മാറാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്ന ജോബിയുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം എന്നതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. കടലോളത്തെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് കൂടെ കടന്നുപോയ വിമാനത്തിന്റെ പൈലറ്റ് ആവാൻ ആഗ്രഹിച്ച് ഇന്ത്യയുടെ മിസൈൽമാനായി മാറിയ, ഇന്ത്യയുടെ പ്രതിഭ പൗരനായി മാറിയ APJ അബ്ദുൽ കലാമിന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. 16ാമത്തെ വയസ്സിൽ ആകാശവാണി നിലയത്തിൽ ഇന്റർവ്യൂവിന് പോയി ആകാശവാണി നിലയം അന്നത്തെ കാഷ്വൽ ആർട്ടിസ്റ്റ് ആവാൻ ഒരു യോഗ്യതയും ഇല്ലാതെ തിരിച്ചയച്ച ആ 16 വയസ്സുകാരൻ ലോകത്തിന് മുന്നിൽ മലയാളത്തെ അടയാളപ്പെടുത്തിയ അന്ന് ആകാശവാണി നിലയം പടിയിറക്കി വിട്ട് ആ ആകാശവാണി നിലയത്തിന്റെ പടികൾ നിരാശയോടെ ഇറങ്ങി വന്നിട്ടുള്ള 16 വയസ്സുകാരൻ ഈ ലോകത്തിന് മുന്നിൽ മലയാളത്തെ അടയാളപ്പെടുത്തിയ ഗാനഗന്ധർവൻ യേശുദാസായി മാറിയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ജീവിതാനുഭവങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് A+ അല്ല ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും കരുത്തുള്ള സമൂഹമായി ഇതിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് സെൻസർ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള ഈ വേദി ഏറ്റവും കരുത്തുള്ളതാണ് എന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഷജീർ റഹ്മാനെ പോലെ ഏറ്റവും കരുത്തരായ ഇതിന്റെ സംഘാടകത്വം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2009 ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ച് ഒട്ടേറെ ആളുകൾ കേരളത്തിലെ സർക്കാർ സർവീസിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ, ഏറ്റവും മികവുറ്റ നിലയിൽ സൈബർ സെക്യൂരിറ്റിയിൽ ഏറ്റവും കരുത്തുള്ള മേഖലയായി ഈ മേഖലയെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ കണ്ണു തുറന്നു വെച്ച് സൂചിപ്പിച്ചതുപോലെ കണ്ണു വേണം, ഇരുപുറമെപ്പോഴും കണ്ണു വേണം, മുകളിലും താഴെയും. നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്ത് കണ്ണു തുറന്നു വെച്ച് കാവലിരിക്കാൻ കഴിയുന്ന ഏറ്റവും കരുത്തുള്ള ഒരു സമൂഹമായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പിന്നീട് വിളിക്കുമ്പോൾ ഒരു മലയാളി ഇതിന്റെ പുറകിലുണ്ടാവില്ല. പക്ഷെ ആ ബാങ്കിൽ പരാതി കൊടുക്കുമ്പോൾ ഫ്രീസ് ചെയ്തിരിക്കും. അപ്പൊ ഈ മൂത്ത മോനാണ് ഈ പൈസ പോയത്. അപ്പോൾ അവൻ പൈസ പോയിട്ടുണ്ട് അവിടെ. അപ്പൊ അത് കിട്ടണമെങ്കിൽ 10,000 കാർഡിന്റെ ഞാൻ അയച്ചു കിട്ടും. അപ്പൊ ഈ 10,000 കൂടി അഭിനന്ദിക്കും. അങ്ങനെ എല്ലാം കൂടി 1 ലക്ഷം രൂപ അടുത്ത് പോയി അതിന് കൂടുതൽ പോയി മനസ്സിലാക്കാൻ സത്യം പറഞ്ഞ പറയാം.